My precious brothers and sisters, let me wish you all a very, very happy New Year, and may the Lord bless you throughout this whole of New Year. എൻ്റെ വിലയേറിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നവവത്സരാശംസകൾ നേരുന്നു. ഈ പുതിയ വർഷം മുഴുവൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. There are so many promises in the Word of God. ദൈവവചനത്തിൽ നിരവധി വാഗ്ദത്ത വചനങ്ങളുണ്ട്. I have chosen one beautiful promise from the Word of God today. ഞാൻ ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനോഹരമായ ഒരു വാഗ്ദത്ത വചനം തിരഞ്ഞെടുത്തിരിക്കുന്നു. The Word of God says in Exodus 34 verse 10, പുറപ്പാട് 34ന്റെ 10ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, Behold, I make a covenant before all your people. I will do marvels such as have not been done in all the earth nor in any nation. ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനു മുൻപാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. I am going to do an awesome thing this year. ഞാൻ ഈ വർഷം ഭയങ്കരമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ പോകുന്നു. Those days God made this covenant to his people of Israel. അക്കാലത്ത് ദൈവം തന്റെ ജനമായ ഇസ്രായേൽ മക്കളോടാണ് ഈ നിയമം ചെയ്തത്. Today we are remembering the same covenant which he made those days, and we are going to enjoy the same covenant. ഇന്ന് അന്ന് ദൈവമുണ്ടാക്കിയ അതേ നിയമത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു. ഇന്ന് നമ്മൾ ആ നിയമം ആസ്വദിക്കുവാൻ പോകുകയാണ്. If you read 2 Corinthians chapter 1 verse 20, നിങ്ങൾ 2 കൊരിന്ത്യർ 1ന്റെ 20ാം വാക്യം വായിക്കുകയാണെങ്കിൽ, we can claim these promises for us also even now. ഇന്നും നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ എല്ലാം അവകാശമാക്കുവാൻ സാധിക്കുമെന്ന് വചനം വ്യക്തമായി പറയുന്നു. Because the word of God says like this. കാരണം ദൈവത്തിന്റെ വചനമാണ് അപ്രകാരം പറയുന്നത്. 2 Corinthians chapter 1:20 says, 2 കൊരിന്ത്യർ 1ന്റെ 20ാം വാക്യം പറയുന്നു, all God's promises are yea and amen in Christ Jesus. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും യേശുവിൽ ഉവ്വ എന്നത്രേ. To the glory of God through us. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. And Hebrews 10:23 says, all God's promises are made by the Lord and he is faithful to fulfill them. കൂടാതെ എബ്രായർ 10:23 വ്യക്തമായി പറയുന്നു, സകല വാഗ്ദത്തങ്ങളും ദൈവത്താൽ നൽകപ്പെട്ടതാണ്, ദൈവം വിശ്വസ്തയോടെ അത് നിറവേറ്റുകയും ചെയ്യും. So my beloved brothers and sisters and my children, when you go through the Bible, you will be crossing through many promises. ആകയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നിരവധി വാഗ്ദത്തങ്ങൾ കാണും. Try to keep them in your mind. നിങ്ങൾ അതെല്ലാം മനസ്സിൽ സൂക്ഷിക്കുവാൻ ശ്രമിക്കുവിൻ. At the right time, when you are in need, when you claim that promise, the Lord will answer your and also release you from all your agony. തക്ക സമയത്ത് നിങ്ങൾ ആവശ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഈ വാഗ്ദത്തം അവകാശമാക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കഠിന വ്യതയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. According to that, the Lord made a promise to David. അതിനനുസരിച്ച് ദൈവം ദാവീദിനെ ഒരു വാഗ്ദത്തം നൽകി. David was a man of God. ദാവീദ് ഒരു ദൈവ മനുഷ്യനായിരുന്നു. If you read 2 Samuel chapter 7 verses 27 and 28-29, all these verses, നിങ്ങൾ 2 ശമൂവേൽ 7-ാം അധ്യായം 27, 28, 29 എന്നീ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, what promise the Lord made to David? ദൈവം അവിടെ എന്ത് വാഗ്ദത്തമാണ് ദാവീദിന് നൽകുന്നത്? David, I will build you a house and let the house of your servant be established before you. ദാവീദേ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗൃഹം പണിയും, എന്റെ ദാസനായ നിന്റെ ഭവനം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. David says, O Lord God, you are God and your words are true. You have promised this goodness to your servant. ദാവീദ് പറയുന്നു, കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു, അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കുന്നു. And also David prayed, now therefore let it please you to bless the house of your servant, that it may continue before you forever. കൂടാതെ ദാവീദ് ഇപ്രകാരവും പ്രാർത്ഥിക്കുന്നു, അടിയന്റെ ഗൃഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിനെ പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. This was David's prayer.
ഇത് ദാവീദിന്റെ പ്രാർത്ഥനയായിരുന്നു. And he believed that prayer of David is answered. ദാവീദിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുവെന്ന് നമുക്ക് വിശ്വസിക്കാം. And he says, "You are great, O Lord God." കൂടാതെ ദാവീദ് പറയുന്നു, കർത്താവായ യഹോവേ, അങ്ങ് വലിയവനാകുന്നു. There is none like you, അങ്ങയെപ്പോലെ മറ്റാരുമില്ല. nor is there any God besides you. അങ്ങയെ കൂടാതെ ഒരു ദൈവവുമില്ല. According to all that we have heard with our ears. നമ്മുടെ കാതുകൾ കൊണ്ട് നമ്മൾ കേട്ട സകല വചനങ്ങൾക്കും അനുസരിച്ച് You will do great and awesome deeds for your land before your people. ദൈവമേ, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനും മുൻപാകെ നീ Yes, ചെയ്യും. my precious brothers and sisters and children, you are going to receive a miracle from the Lord God of David. അതെ, എൻ്റെ വിലയേറിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദാവീദിന്റെ ദൈവമായ യഹോവയായ കർത്താവിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ പോകുന്നു. Firstly, let us meditate how he can be a miracle working God in your life. ഒന്നാമതായി, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമായി മാറുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് There ധ്യാനിക്കാം. was a man called Manoah. വേദപുസ്തകത്തിൽ മനോഹ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. He and his wife had no children. അവനും അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. But the Lord in his great mercy one day talked to his wife എന്നാൽ ദൈവം കൃപയോടെ ഒരു ദിവസം അവന്റെ ഭാര്യയോട് സംസാരിച്ചു. and promised her that he is going to bless her with a child. ഒരു കുഞ്ഞിനെ ദാനമായി നൽകി അവളെ അനുഗ്രഹിക്കുവാൻ പോകുകയാണെന്ന് അവൾക്ക് വാഗ്ദാനം നൽകി. And gave her many instructions. അവൾക്ക് നിരവധി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. When the son was born, no razor shall come upon his head. ആ മകൻ ജനിച്ചാൽ അവന്റെ തലയിൽ ഒരിക്കലും ക്ഷൗരക്കത്തി തൊടിയിക്കരുതെന്ന് ദൈവം അവളോട് പറഞ്ഞു. And the baby will be a special baby, a miraculous baby. മാത്രമല്ല, ആ ബാലൻ ഒരു അത്ഭുത ബാലനായിരിക്കുമെന്നും He പറഞ്ഞു. will save Israel people out of the life of the Philistines. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുമെന്നും ദൈവം അവളോട് പറഞ്ഞു. Philistines were always against the Israelites. ഫിലിസ്ത്യർ എപ്പോഴും ഇസ്രായേൽ മക്കൾക്ക് എതിരായിരുന്നു. And this boy will be able to destroy those Philistines. ഈ ബാലനെ ആ ഫിലിസ്ത്യരെ നശിപ്പിക്കുവാൻ കഴിയുമെന്ന് ദൈവം വ്യക്തമായി പറഞ്ഞു. Manoah and his wife were thrilled to hear that. അതെല്ലാം കേട്ടപ്പോൾ മനോഹയും അവന്റെ ഭാര്യയും ആവേശഭരിതരായി തീർന്നു. And he asked the angel, "What is his name?" ദൈവദൂതനോട് മനോഹ അവന്റെ പേരെന്താണെന്ന് ചോദിച്ചു. And he said, "It's wonderful." അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, അത് അതിശയമുള്ളത്. Yes, he was wonderful to bless the baby in a new way, and he was destroying the Philistines in a very, very miraculous way. അതെ, ബാലനെ പുതിയ വിധത്തിൽ അനുഗ്രഹിക്കുന്നതിൽ അവൻ അതിശയമുള്ളവനായിരുന്നു. ആ ബാലൻ അത്ഭുതകരമായ രീതിയിലാണ് ഫിലിസ്ത്യരെ But at നശിപ്പിച്ചിരുന്നത്. the same time, he lost all the power because of a woman. എന്നാൽ അതേസമയം ഒരു സ്ത്രീ നിമിത്തം അവന്റെ സകല ശക്തിയും നശിച്ചു പോകുകയും That ചെയ്തു. woman was pestering Samson. Where is your strength comes from? All sorts of questions she was asking. ശിംശോന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്, എങ്ങനെയാണ് ശിംശോന് ശക്തി ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം അവൾ ശിംശോനോട് ചോദിച്ചുകൊണ്ടിരുന്നു. Because she was troubling him again and again, he was not able to control the truth, and he gave her all the truth what the Lord has done in his life. ആ സ്ത്രീ അവനെ നിരന്തരം അസഹ്യപ്പെടുത്തിയതുകൊണ്ട് അവന് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ സാധിച്ചില്ല. ഒടുവിൽ ദൈവം ചെയ്ത സകല കാര്യങ്ങളും അവൻ ആ സ്ത്രീയോട് പറഞ്ഞു. ഒടുവിൽ The എന്താണ് enemies സംഭവിച്ചത്? shaved off the head of Samson, and there no hair was there. ശത്രുക്കൾ ശിംശോനെ പിടികൂടി അവന്റെ തലയിലെ മുടിയെല്ലാം വടിച്ചു കളഞ്ഞു. അവന്റെ തലയിൽ മുടിയൊന്നും He lost ഉണ്ടായിരുന്നില്ല. all his strength. അവന് തന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. And moreover, the Philistine people blinded the eyes of Samson. എല്ലാറ്റിലും ഉപരിയായി ഫിലിസ്ത്യർ അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. And he was brought to a temple, that's a big building, and all the people, thousands of people, Philistines were sitting there to watch the fun the Samson was doing. പിന്നീട് അവർ കുരുടനായിരുന്ന ശിംശോനെ ക്ഷേത്രത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു. ശിംശോന്റെ കളികൾ കാണുവാൻ അവിടെ ആയിരക്കണക്കിന് ഫിലിസ്ത്യ സ്ത്രീ പുരുഷന്മാർ തടിച്ചുകൂടിയിരുന്നു. But my friends, even at that time, the Lord was gracious to him.
എന്നാൽ എന്റെ പ്രിയ സ്നേഹിതന്മാരെ, ആ സമയത്തും ദൈവം അവനോട് He did കൃപയുള്ളവനായിരുന്നു. an amazing thing, അവൻ അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തു, an awesome thing. ഒരു ഭയങ്കരമായ കാര്യം. Samson asked the boy who was leading him, where are the two pillars which is upholding the whole ക്ഷേത്രം building? നിൽക്കുന്ന തൂണ് ചാരിയിരിക്കേണ്ടതിനെ ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൈക്ക് പിടിച്ചു വന്ന ബാല്യക്കാരനോട് അവ എവിടെയാണെന്ന് ശിംശോൻ ചോദിച്ചു. He prayed a prayer to the Lord. ശിംശോൻ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന അർപ്പിച്ചു. Father, give me your grace. പിതാവേ, അങ്ങയുടെ കൃപ എനിക്ക് നൽകണമേ, Forgive me. എന്നോട് ക്ഷമിക്കണമേ, Hear my cry. എന്റെ നിലവിളി കേൾക്കണമേ. When I shake these two pillars, destroy the whole building and destroy all the people who are inside the building. പിതാവേ, ഞാൻ ഈ രണ്ടു തൂണുകളും പിടിച്ചു കുലുക്കുമ്പോൾ കെട്ടിടം മുഴുവൻ തകർന്നു വീഴട്ടെ, കെട്ടിടത്തിനുള്ളിലുള്ളവർ മരിച്ചു പോകട്ടെ. When he pushed the two pillars, the Lord helped him and the whole building was collapsed. അവൻ ആ രണ്ട് തൂണും അതിശക്തമായി പിടിച്ചു വലിച്ചപ്പോൾ ദൈവം അവനെ സഹായിച്ചു. ആ കെട്ടിടം മുഴുവൻ തകർന്നു വീണു. All the Philistines who were inside were killed. കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്ന എല്ലാ ഫെലിസ്ത്യരും കൊല്ലപ്പെട്ടു. Samson also was killed in that disaster. ആ അപകടത്തിൽ അകപ്പെട്ട് ശിംശോനും കൊല്ലപ്പെട്ടു. Yes, my precious brothers and sisters. അതെ, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, Isaiah 54 verse 17 says, യെശയ്യാവ് 54:17 വാക്യം വ്യക്തമായി പറയുന്നു, no weapon formed against you shall prosper. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഒരിക്കലും ഫലിക്കയില്ല. Before you, so many people may be against you. നിരവധി ജനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കെതിരായിരിക്കാം. They may be planning many hard things, many things against you. അവർ നിങ്ങൾക്കെതിരായി പല ചതിപ്രയോഗങ്ങളും ഒരുക്കുന്നുണ്ടായിരിക്കാം. Claim this promise. എന്നാൽ ഈ വാഗ്ദത്തം Isaiah അവകാശമാക്കുവിൻ. 54:17 says, യെശയ്യാവ് 54:17 വാക്യം പറയുന്നു, no weapon formed against me shall prosper. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. And also Luke 10:19 says, കൂടാതെ ലൂക്കോസ് 10:19 വാക്യം വ്യക്തമായി പറയുന്നു, the Lord Jesus says, behold, I give you the authority to trample on serpents and scorpions and over all the power of the enemy, and nothing shall by any means hurt you. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. Mark 16:18 also says the same thing. മർക്കോസ് 16:18 വാക്യവും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. You may be facing many problems because of the enemies. ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾ ശത്രുക്കൾ നിമിത്തം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം. And nothing shall by any means hurt you. എന്നാൽ യാതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. Keep this promise before you. ഈ വാഗ്ദത്തം നിങ്ങൾക്ക് മുൻപാകെ വെക്കുവിൻ. When you also have to go through many trials and temptation because of the enemies, remember this promise and claim that promise, and the Lord will do miracle in your own life. നിങ്ങളും ശത്രുക്കൾ നിമിത്തം പ്രലോഭനങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഈ വാഗ്ദത്തം ഓർക്കുവിൻ, അവകാശമാക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. And the whole of this year, every day you have a close communion with the Lord. ഈ വർഷത്തിലെ എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്തുവിൻ. The Lord will be with you as a mighty and awesome one. സർവ്വവല്ലഭനായി പരാക്രമശാലിയായി ദൈവം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. May the Lord help all of you, each one of you, throughout this whole year, and make you see awesome things through the power of God. ഈ വർഷം മുഴുവൻ ദൈവം നിങ്ങൾ ഓരോരുത്തരോടുകൂടെയും ഇരിക്കട്ടെ. ദൈവശക്തി മുഖാന്തരം ഭയങ്കരമായ കാര്യങ്ങൾ കാണുവാൻ നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.